എൻ്റെ അച്ഛനെ പോലെ ഒരാളായിരിക്കണം എൻ്റെ ഭർത്താവ് എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. ആ പ്രതീക്ഷയോട് കൂടിയാണ് ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരാൾക്ക് കമ്മിറ്റ്മെന്റ് എടുത്തത്. നീന ഭയങ്കര ഹാപ്പി ആയിക്കൊണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പിന്നെ കുറച്ച് താളപ്പിഴകൾ വന്നപ്പോൾ അത് പ്രോപ്പറായിട്ട് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തില്ല. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഇങ്ങനെ കായിപ്പോയി. പക്ഷേ എൻ്റെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ആവില്ല. അതെ എൻ്റെ സൈഡിൽ നിന്ന് ആ സമയത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനൊന്നും അച്ഛനും അമ്മ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട്. എൻ്റെ ചേട്ടൻ ഒറ്റ കാര്യം എന്നോട് പറഞ്ഞുള്ളൂ, എനിക്കൊരു ബ്രദർ ഉണ്ട്, ചേട്ടൻ എന്ന പേര് ലിബു എന്ന് ഞാൻ വിളിക്കും. ലിബിച്ചേട്ടൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിൻ്റെ തീരുമാനമാണ് നിൻ്റെ ലൈഫ്. പക്ഷേ നമ്മുടെ അച്ഛനും ഉണ്ടായിരുന്ന കുറച്ചുകൂടെ നമ്മളോട് അങ്ങനെ ആയിരിക്കില്ല പറയുക. ഏട്ടൻ കുറച്ചുകൂടെ മുതിർന്ന രീതിയിൽ ഏട്ടൻ എന്നോട് അങ്ങനെ സംസാരിച്ചേ ഉള്ളൂ. ബാക്കി എനിക്ക് കണ്ണൻ്റെ വീട്ടിൽ വേറെ അങ്ങനത്തെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുഴപ്പമില്ലായിരുന്നു, ഞാൻ ഓക്കെ ആയിരുന്നു, ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി നല്ല ഗുഡ് മെമ്മറീസ് ഉണ്ട്. പിന്നെ ബാഡ് മെമ്മറീസ് ഉള്ളത് അത്ര നല്ലതല്ല, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും എങ്ങനെയും ആയിക്കോട്ടെ, ഒരു ഫാമിലിയിൽ അത് ഗുഡ് മെമ്മറീസും ബാഡ് മെമ്മറീസും ഉണ്ടായിരുന്നു. അത് ഗുഡ് മെമ്മറീസ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തെ വെറുക്കാനോ അദ്ദേഹത്തോട് ദേഷ്യമോ അല്ലെങ്കിൽ ഒന്നുമില്ല. എനിക്കിപ്പോഴും അതുകൊണ്ട് എൻ്റെ മോൻ്റെ അച്ഛൻ എന്നുള്ള രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളെ ഇപ്പോഴും. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ തമ്മിൽ നല്ല ഇത്രയും വർഷം ഒരുമിച്ചുണ്ടായിരുന്നതാണ്. നമ്മൾ ഒരു ദിവസം നമ്മൾ പിരിഞ്ഞു അല്ലെങ്കിൽ പിണങ്ങിയെന്ന് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ കുറേ കുറ്റപ്പെടുത്തി, അല്ല അദ്ദേഹം എന്നെ കുറേ കുറ്റപ്പെടുത്തി, ഞാൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി നമ്മളിരുന്ന് സംസാരിച്ചിട്ട് ഒന്നും നേടാനില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഞങ്ങളതായിട്ടുള്ള പേഴ്സണൽ പ്രശ്നങ്ങളാണ് അതൊക്കെ. പക്ഷേ അത് മോനെ ബാധിക്കരുതെന്ന് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമുണ്ട് കേട്ടോ രണ്ടുപേർക്കും. അത് ഞങ്ങൾ മോനെ ബാധിച്ചിട്ടില്ല. ഇപ്പം അവധി വന്നപ്പോൾ കണ്ണൻ്റെ ആയിരുന്നു ഓൾമോസ്റ്റ് ദിവസങ്ങൾ. കാരണം എനിക്ക് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാരണം കുറച്ച് ദിവസം കൂടെ അവനോട് അതിനെന്താ കണ്ണന് സന്തോഷമില്ലല്ലോ. അപ്പം ഒരു അച്ഛനെന്ന രീതിയിലും അമ്മയെന്നുള്ള രീതിയിലും അവൻ ഹാപ്പിയാണ് ഞങ്ങളുടെ കാര്യത്തിൽ.